our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബാവർച്ചി ചിക്കൻ ബിരിയാണിയാണ്. ബാവർച്ചി ബിരിയാണിയുടെ ഒറിജിനൽ ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുക്കറിലാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ബാവർച്ചി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പച്ചമുളക് നന്നായിട്ട് അരച്ചത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകവും ഏലക്കയും പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ, 3 ഗ്രാമ്പൂ, ഒരു പട്ട രണ്ടായിട്ട് മുറിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കസൂരി മേത്തി, പിന്നെ 3 വലിയ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രൈഡ് ഓണിയനാണ് നമ്മുടെ ഈ മസാല ആയിട്ട് വരുന്നത്. വേറെ ഓണിയനൊന്നും നമ്മൾ ചേർക്കുന്നില്ല. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയും ചേർത്ത ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തൈരാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. തൈരിലാണ് ഫുള്ള് നമ്മുടെ ഈ മസാല പിടിച്ചു വരേണ്ടത്. ബാവർച്ചി ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ തൈരാണ് ചിക്കൻ സോഫ്റ്റ് ആക്കുന്നത്. അതുകൊണ്ട് തൈര് ചേർക്കുന്നതിൽ പിശുക്കൊന്നും കാണിക്കരുത്. നല്ലതുപോലെ തൈര് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കനും തൈരും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിലെ പ്രഷർ എല്ലാം പോയി കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട അരി റെഡിയാക്കി എടുക്കാം. 300 ഗ്രാം റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ ഞാനിത് സോക്ക് ചെയ്ത് വെച്ച റൈസാണ്. റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഞാനിവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 പട്ടയും 5-6 കുരുമുളകും, 3 ഗ്രാമ്പും, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. അരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റൈസ് ഒന്നൊരു 70% ആണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 70% കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് നമ്മുടെ ചിക്കൻ്റെ മസാലയിലോട്ട് മാറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൈസിൻ്റെ പരുവം. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ചിക്കൻ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലെയറായിട്ട് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കോരുന്ന റൈസ് ആദ്യത്തെ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ലെയർ ഇട്ട് കൊടുക്കാവുള്ളൂ. ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ ബാലൻസ് റൈസും കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടിയിലത്തെ അരിയും മുകളിലത്തെ അരിയും നമുക്ക് ഒരേ ലെവലിൽ തന്നെ കുക്കായി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് രണ്ടാമത്തെ ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഈ മസാല വെന്ത് പൊങ്ങി വരും. ആ സമയം കൊണ്ട് നമ്മുടെ ആദ്യത്തെ ലെയർ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. മസാല നന്നായിട്ട് പിടിച്ചെടുക്കുകയും ചെയ്യും. രണ്ടാമത്തെ ലെയറിലും അതുപോലെ പകുതി മസാല പിടിച്ചെടുത്ത് അതും നന്നായിട്ട് കുക്കായി വരും. എന്നാൽ മുകളിലത്തെ ലെയർ കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ നല്ല വേവിച്ച റൈസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ലെയർ ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ ഒരു 90% കുക്ക് ചെയ്തെടുത്ത റൈസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഫുഡ് കളറും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കളറിന് പകരം കുറച്ച് മഞ്ഞളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾ ജസ്റ്റ് ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് പുറമേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇൻഡക്ഷനിലായതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ നമുക്ക് 1 വിസിൽ കേൾക്കണ്ട. 1 വിസിൽ കേൾക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബാവർച്ചി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് വെച്ച് കഴിച്ച് നോക്കണം. കഴിച്ചിട്ടുള്ളവരാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് പിന്നെയും കഴിക്കാൻ തോന്നും.
എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരും വരെ ടേക്ക് കെയർ.